അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഒന്ന്, പത്രോസിന് സുബോധം വന്നു. 2, താൻ തിരിച്ചറിഞ്ഞു തനിക്ക് വേണ്ടി താൻ ആരാധിക്കുന്ന ദൈവം തൻ്റെ ദൂതനെ അയച്ചു. അടുത്തത്, ദൈവം എന്നെ വിടുവിച്ചു, അത് സത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു പദം പ്രാരംഭത്തിൽ തന്നെ പറയാം, വിടുതൽ 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 എന്ന് 1000 പ്രാവശ്യം നാം കേൾക്കും, ശരിയാ. പക്ഷെ ഒരു ദിവസം അറിയാം, ദൈവം എന്നെ വിടുവിച്ചു എന്ന് വാസ്തവമായി ഞാൻ അറിയുന്നു. അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ 1 മിനിറ്റ് കണ്ണുകൾ അടച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. യേശുവേ, അതൊരു സത്യമായിട്ട് എനിക്ക് തിരിച്ചറിയാൻ നാളുകളായി ഞാൻ കേൾക്കുന്ന പ്രവചന ശബ്ദങ്ങൾ, നാളുകളായി എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, അത് എന്നും കേട്ടുകൊണ്ടിരിക്കാനല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് അത് സത്യമായി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സമയമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം ആദരങ്ങളെ ചലിപ്പിച്ച് ആത്മനിറവോടെ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ പദം ഒന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന് സുബോധം വന്നു. സുബോധം. And when Peter was come to himself, he said, now I know of surely that the Lord has sent his angel and hath delivered me out from the hand of Herod. സുബോധം വന്നു. എന്താണ് സുബോധം വരിക? വിടുതലിന്റെ ചരിത്രം പരിശോധിച്ചാൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല വിടുതൽ നടക്കുന്നത്. ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. അവരോർത്തു അവിടെ മുമ്പിൽ വിശാലമായ വഴിയുണ്ട്, ആ വഴിയിലൂടെ 5 ദിവസം കൊണ്ട് നടന്ന് അവർക്ക് കാനാൻ നാട്ടിൽ എത്താമെന്ന്. പക്ഷെ ദൈവിക പദ്ധതി അതല്ലായിരുന്നു. അത്ഭുതങ്ങളിലൂടെ നിന്നെ നടത്തണമെന്ന. ഇന്ന് ഞാൻ ഒരു ദൂത് നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, നിങ്ങൾ നടക്കുന്നതൊരത്ഭുതമാണ്, നിങ്ങൾ സഞ്ചരിക്കുന്നതൊരത്ഭുതമാണ്. ഓ ജീസസ് സേവ്സ് റിവൈവൽ ചർച്ചിൽ കടന്നു വന്നിരിക്കുന്ന ജനങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ സാധാരണ നടക്കുന്നത് പോലെ അല്ല, അതിനേക്കാൾ അപ്പുറമായി അത്ഭുതങ്ങളിൽ സഞ്ചരിക്കാൻ, അത്ഭുതങ്ങളിൽ ആഗ്രഹിക്കുന്നു. നാം നടക്കേണ്ടുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങളിലൂടെ ആയിരിക്കണം. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ചു, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായി, അവിടെ നിന്ന് പുറത്തു വന്നു. സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും നടക്കുന്നത് പോലെ, സാധാരണ എല്ലാ മക്കളും വളർന്നു വരുന്നത് പോലെ വളർന്നു വരാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഓരോ ഇയറും, കേൾക്കണേ, ഓരോ മാസവും ഓരോ അത്ഭുതമായിരിക്കണം. നിങ്ങൾ നടക്കുന്ന ഇടങ്ങൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളായി, ദൈവത്തിന്റെ അത്ഭുതങ്ങളായി. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് മഹത്തായ അത്ഭുതങ്ങളിലൂടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് നടന്നു വന്ന വഴികൾ, അവര് കടന്നു വന്ന പാതകൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. ഫറവോന്റെ വീട്ടിനകത്ത് വരെ 10 ബാധകൾ വന്നു കയറി. അവസാനത്തെ ബാധ ആൺതരികളെല്ലാം മരിച്ചുപോയി. പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണേ. എല്ലാ വീട്ടിലും ദുരന്തങ്ങൾ വരുമ്പോൾ, എല്ലാ വീട്ടിലും ന്യായവിധി വരുമ്പോൾ, പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ അതിനകത്തു നിന്ന് വിടുതലുണ്ടാകും.
പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിനകത്ത് അതിനകത്തു നിന്ന് വിടുതലുണ്ടാകൂ. ഒരു ശക്തിക്കും നിന്നെ തോടാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രൊഫസി പറയുകയാ. നിങ്ങളെ തകർത്ത് കളയാൻ നോക്കുന്ന അദൃശ്യമണ്ഡലത്തിന്റെ ശക്തികളെ ഇന്നെന്റെ കർത്താവ് പൊളിക്കുകയാണ്. ഈ 10 ബാധകളിലെ ഒരെണ്ണം പോലും ഇസ്രായേൽ കൂടാരത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ഇന്ന് ഞാൻ പറയാ, നിങ്ങളുടെ വശത്ത് 1000 പേരും വിശ്വസിക്കാമെങ്കിൽ വലതുവശത്ത് 10,000 പേരും അവര് വീഴും, പക്ഷെ ഞാൻ എഴുന്നേക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ഒരു വലിയ മഹത്വം ഇതിനകത്ത് ഇറങ്ങുന്നല്ലോ. ദൈവത്തിന്റെ ഒരു വലിയ മഹത്വം ഇറങ്ങുന്നല്ലോ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നല്ലോ. മഹത്വം ഇറങ്ങുന്നല്ലോ. മഹത്വം വിശ്വസ്തനാവൻ, വീരനാണവൻ, മാറിൽ ചാരിടാ എല്ലാം പറയാ. വിശ്വസ്തനാവൻ, വീരനാണവൻ. നാം നടക്കുന്നത് അത്ഭുതങ്ങളിലാവണം. തീർന്നില്ല. പിടിച്ചു വെച്ച ഫറവോൻ പറയുക, പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ പോകുന്ന വഴിയിൽ അവരുടെ മുമ്പിൽ വലിയ ചെങ്കടൽ. എങ്ങനെ ഇതിനെ തരണം ചെയ്യും? എങ്ങനെ ഇതിനെ തരണം ചെയ്യും? ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുക, എങ്ങനെ നമ്മൾ ഇതിനെ തരണം ചെയ്യുമെന്നറിയാതെ, എങ്ങനെ നാം ഇതിനെ അക്കരെ കടക്കുമെന്നറിയാതെ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. നമ്മൾ വിചാരിച്ചതുകൊണ്ട് ഒരു മുഴം കൂട്ടാൻ പറ്റത്തില്ല, ഒരു മുഴം കുറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ വീടിനകത്ത് നടന്നിരിക്കും. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഈ ഹോളിന്റെ ഒരറ്റം മുതൽ ഈ ഹോളിന്റെ മറ്റേ അറ്റം വരെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ജനത്തിന്റെ മീതെ ഇതുവരെ തുറക്കാത്ത ചിലത് ദൈവം നമുക്ക് വേണ്ടി തുറക്കൂ. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞേ. അടുത്തത്, ചെങ്കടലിന്റെ മുമ്പിൽ നീ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഫറവോന് മനസ്സിലായി. ചെങ്കടലിന്റെ മുമ്പിൽ നീ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഫറവോന് മനസ്സിലായി. ഇതുവരെ ആരും ചെങ്കടൽ കടന്നു പോയിട്ടില്ല. അതും 10-20 ലക്ഷം പേര്. എങ്ങനെ പോകും? നീ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ശത്രു പറഞ്ഞു, അല്ലേ? നീ കുടുങ്ങിക്കിടക്ക. ഇന്ന് ഈ ദൂത് വളരെ ശക്തമാകട്ടോ. ഒത്തിരി ശാന്തമായി പറയാൻ പരിശുദ്ധാത്മാവനോട് പറയുന്നു. നീ കുരുങ്ങിക്കിടക്കുകയാണെന്നും നീ കുടുങ്ങിപ്പോയെന്നും ആരൊക്കെയോ എവിടൊക്കെയോ പറയുന്നു. പറയുന്നവർ വേറെ ആരുമല്ല, നിന്റെ സ്വന്തക്കാര് തന്നെയാ, നിന്റെ വീട്ടിലുള്ളവർ തന്നെയാ. അവൻ കുടുങ്ങിപ്പോയെന്ന്, അവൻ തീർന്നുപോയെന്ന് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിറങ്ങിയതാ, വലിയ പ്രതീക്ഷയൊക്കെ പറഞ്ഞിറങ്ങിയതാ. ദേണ്ട ചെങ്കടലിന്റെ മുമ്പിൽ കുടുങ്ങിക്കിടക്കുകയാ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നൊരു ദൂത് പറയാ, ചെങ്കടലിന്റെ മുമ്പിൽ നിന്നെ എത്തിച്ചത് ദൈവമാണെങ്കിൽ, ചെങ്കടലിന്റെ മുമ്പിൽ നിന്നെ എത്തിച്ചത് ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി നീ അറിയാത്ത ചില വഴികൾ യേശുവിന്. എത്ര നാളുകൊണ്ട് നമ്മൾ കേൾക്കുന്നതാ ചെങ്കടൽ വിഭജിച്ചത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരികയാണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആഴത്തിലൊന്ന് വിശ്വസിച്ച് അതുപോലുള്ള വിഷയങ്ങൾ ആത്മാവിൽ തുറന്നു വരികയാണെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഞാൻ കാണുന്നു നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ യേശുവിന്റെ നാമത്തെ തുറക്കുന്നു. ആരോഗ്യമായി ബന്ധപ്പെട്ട്, ശരീരവുമായി ബന്ധപ്പെട്ട്, ഹല്ലേലൂയ, മാനസികമായി തളർത്തു കളഞ്ഞ ചില മേഖലകളുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ. ചെങ്കടൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടൂ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെങ്കടൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കടലിനെ ഉപമിക്കുന്നതിനോട് അല്ലെങ്കിൽ കടല് പോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനർത്ഥം എന്താണെന്നറിയാമോ? നോക്കത്താ ദൂരത്ത് കിടക്കുക, ഒത്തിരി ദൂരത്ത് കിടക്കുക. ഹല്ലേലൂയ. ഈ വിഷയം മാറത്തില്ല കേട്ടോ. ഇത് കടന്നു പോകാൻ പറ്റത്തില്ല കേട്ടോ. അളക്കാനാണെങ്കിൽ അളക്കായിരുന്നു, പക്ഷെ അളക്കാൻ പറ്റാത്ത നിലവാരത്തിൽ കിടക്കുക. പക്ഷെ ഇന്ന് ഞാൻ പറയാം, നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോവാ. നീ ചിന്തിക്കാത്തത് നിന്റെ വീടിനകത്ത്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, അത് നമ്മുടെ തിന്മയ്ക്കല്ല. ഒന്ന് പറഞ്ഞാട്ടെ, തിന്മയ്ക്കല്ല. ഒന്ന് വാതുറന്ന് പറഞ്ഞാട്ടെ, തിന്മയ്ക്കല്ല. പിശാച് കേക്കട്ടെ, തിന്മയ്ക്കല്ല. എന്നെ ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് തിന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല. എനിക്ക് വേണ്ടി ഈ തിന്മ വഴി മാറുകയാണ്. എനിക്ക് വേണ്ടി ഈ കഷ്ടത വഴി മാറുകയാണ്. മോശയെ പോലെ വിക്കനായ തടിച്ച നാവുള്ള സാധാരണ മനുഷ്യൻ സാന്നിധ്യത്തോടെ ആ കൈയൊന്ന് നീട്ടിയപ്പോൾ, കേൾക്കണേ, സാന്നിധ്യത്തോടെ ആ കൈയൊന്ന് നീട്ടിയപ്പോൾ നോക്കത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന സമുദ്രം രണ്ടായി മാറിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് സായം സന്ധ്യയിൽ ഇതിനകത്തിരിക്കുന്ന നിനക്ക് വേണ്ടി വേറെ ആരുമല്ല, നീ കൈ ഉയർത്തുമ്പോൾ ഒന്ന് കൈ ഉയർത്തിക്കേ, ഒന്ന് കൈ ഉയർത്തിക്കേ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഒന്ന് കരമുയർത്തിക്കോ. മോനെ, നീ കൈയൊന്ന് പൊക്കിക്കേ. യേശുവിന്റെ നാമത്തിൽ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാനിത് പറയുന്നതിനകത്ത് ഒത്തിരി കാര്യം കിടപ്പുണ്ട് കേട്ടോ. നീ കൈ ഉയർത്തുമ്പോൾ നിന്റെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ വിടുതലുമായി ബന്ധപ്പെട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഫറവോന്യ ശക്തിയുടെ വ്യാപാരങ്ങൾ, മുന്നിൽ നിൽക്കുന്ന ഫറവോന്യ ശക്തിയുടെ വ്യാപാരങ്ങൾ, പുറകിൽ നിൽക്കുന്ന ഫറവോന്യ ശക്തിയുടെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ നാഷണൽ ഹൈവേ ആകുന്നു. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പത്രോസിന് സുബോധം വന്നു. വാഗ്ദത്തം ഉള്ളവനെ ഹേരോദ രാജാവിന് പിടിച്ചു കെട്ടാൻ പറ്റുമോ? ഇന്നലെ യാക്കോബിനെ കൊന്നു, ശരിയാ. യാക്കോബിന്റെ തലയെടുത്തു, ശരിയാ. ഇന്നലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തതുപോലെ ഇന്ന് നിന്നോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിന്ന് വ്യക്തമായിട്ട് പറയണം. എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തന്ന ദൂത, മറ്റുള്ളവരോട് മന്ത്രവാദികൾ ചെയ്തത്, മറ്റുള്ളവരോട് ആഭിചാരകന്മാർ ചെയ്തത് നിങ്ങളോട് ചെയ്യുമ്പോൾ പരാജയപ്പെടും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറയണം. മറ്റുള്ളവരോട് ചെയ്ത് വിജയിച്ചത് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്ന ജനത്തോടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരോട് ചെയ്ത് വിജയിച്ച വെച്ചുപൂജകൾ, നേർച്ച കാഴ്ചകൾ, ആഭിചാരത്തിൻ്റെ നുകങ്ങൾ നിന്നോട് ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നത് ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയാം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം യാതൊന്നും ഫലിക്കത്തില്ല. പത്രോസിന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? രാത്രി കിടന്നത് കാരാഗ്രഹത്തിലാ, ഇപ്പൊ വേണ്ട നിൽക്കുന്നത് വഴിയിലാ.
ഹല്ലേലൂയ. രാത്രി കിടന്നുറങ്ങിയത് വലിയൊരു ഭയത്തിന്റെ നടുവിലാ. നാളെ രാവിലെ യാക്കോബിനെ പോലെ എൻ്റെ ശിരസ് വെട്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാ, ഹല്ലേലൂയ, ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാ കിടന്നുറങ്ങിയത്. ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നാളെ രാവിലെ സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് പുരാപാർക്കോ ഉഷസിലോ ഉഷസിലോ വാ തുറന്ന് പറയാമെങ്കിൽ പറ ആനന്ദഘോഷം. ഈ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. പത്രോസിന് സുബോധം വന്നു. പത്രോസിന് സുബോധം വന്നു. കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയച്ച് ഹേരോദാവിൻ്റെ പ്രതീക്ഷയിൽ നിന്നോ യഹൂദജനത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്നോ എന്നെ വിടുവിച്ചു എന്ന് ഞാൻ അറിയുന്നു. ചെറുതിലും വലുതിലും വിശ്വസ്തനായി, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, മഹത്വത്തിനായി നിക്ഷേപമേകി, മഹത്വത്തിനായി നിക്ഷേപമേകി. ഓ മഹത്വമേ മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ. മഹത്വമേ മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി, ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, മഹത്വത്തിനായി നിക്ഷേപമേകി, മഹത്വത്തിനായി നിക്ഷേപമേകി. മഹത്വമേ മഹത്വമേ മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ, മഹത്വമേ മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ. പത്രോസിന് സുബോധം വന്നപ്പോൾ താൻ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് താൻ വിശ്വസിച്ചത്, താൻ സത്യമാണെന്ന് കരുതിയത് എന്താണെന്നറിയാമോ? ദൈവം എന്നെ വിടുവിച്ചു. ദൈവം എന്നെ വിടുവിച്ചു. എവിടെ നിന്നാ വിടുവിച്ചെന്നറിയാമോ? ഒന്ന്, ഹേരോദാവിന്റെ കയ്യിൽ നിന്നും. ഹല്ലേലൂയ. ഹേരോദാവാരാ? ഹേരോദാവാരാ? അവിടത്തെ രാജാവാണ്.
ഹല്ലേലൂയ. ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും ആരും വഴുതി മാറിയിട്ടില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ കാലഘട്ടം, യേശു ജനിക്കുന്ന കാലഘട്ടത്തിലും ഒരു ഹേരോദാവ് ഉണ്ടായിരുന്നു. ആ ഹേരോദാ രാജാവിൻ്റെ കാലഘട്ടത്തിൽ യേശു ജനിച്ചു വന്നപ്പോൾ ഒരു ഉത്തരവിട്ടു. എന്താണെന്നറിയാമോ? 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ എന്തോ ചെയ്യണം? കൊന്നുകളയണം. അപ്പൊ ഈ ഹേരോദാവ് ആത്മീയന്മാരെ വളരാൻ അനുവദിക്കത്തില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് ആത്മീയമായി ഒത്തിരി വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ആത്മീയമായി ഒത്തിരി ഉയരണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് ഈ ആലയത്തിനകത്തിരിക്കുമ്പോൾ വചനം വായിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം വരും, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം വരും, ഒത്തിരി അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം പറയണമെന്ന് ആഗ്രഹം വരും. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ ആത്മീയനെ വളരാൻ അനുവദിക്കാത്ത ഹേരോദാവിൻ്റെ ചില കരങ്ങൾ വന്നിട്ട് നിന്നെ പിടിച്ച് ഒരു കാരാഗ്രഹത്തിനകത്താക്കോ. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ പറയുന്നു, നിന്നെ പിടിച്ചു വെച്ച ചില ഹേരോദാവിന്റെ കയ്യിൽ നിന്നോ, ആരാ വിശ്വസിക്കുന്നേ? നിന്നെ പിടിച്ചു വെച്ച ചില ഹേരോദാവിന്റെ ആത്മീയമായി ഈ ദൂത് ശക്തമാണല്ലോ. ആത്മീയമായി നിന്നെ വളരാൻ വിടാതെ, ആത്മീയമായി നിന്നെ വളരാൻ വിടാതെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മീയമായി നിന്നെ വളരാൻ വിടാതെ ഹല്ലേലൂയ പിടിച്ചു വെച്ച ചില ഹേരോദാവിന്റെ കൈകൾ ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ആത്മീയമായി നിന്നെ വളരാൻ അനുവദിക്കാതെ, ആത്മീയമായി നിന്നെ ഒരു വലിയ അത്യന്ത ശക്തി ശരീരത്തിന്റെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തൊടുന്നു. എല്ലാരും പ്രാർത്ഥിച്ചോടരുതേ. ആത്മീയമായി നിന്നെ വളരാൻ അനുവദിക്കാതെ, ആത്മീയമായി നിന്നെ തച്ചുടയ്ക്കുന്ന ചില ഫറവോന്റെ വ്യാപാരികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മിനിറ്റുകൾ മിസ് ചെയ്യരുത്. ആത്മീയനെ വളരാൻ അനുവദിക്കത്തില്ല, ആത്മീയനെ ഉയരാൻ അനുവദിക്കത്തില്ല, ആത്മീയമായി ഒരു തരത്തിൽ മുന്നോട്ട് വരാൻ അനുവദിക്കത്തില്ല. ജനിക്കുന്നതിന് മുമ്പേ അതിനെ കൊന്നുകളയണം. ജനിച്ചാൽ അതിനെ നൈൽ നദിയിൽ മുക്കിക്കൊള്ളാൻ ഹല്ലേലൂയ പദ്ധതി ഒരുക്കുന്ന ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, നിനക്കെതിരായി പദ്ധതി ഒരുക്കുന്ന ചില ഹേരോദാവിന്റെ ഇന്ന് മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നല്ലോ. വാ തുറന്ന് പ്രാർത്ഥിക്ക. യേശുവിന്റെ നാമത്തിൽ കരമടിക്കാമെങ്കിൽ കരമടിച്ച്, അതരം തുറക്കാമെങ്കിൽ അതരം. ഹേരോദാവിന്റെ കയ്യിൽ നിന്ന്, ഹേരോദാവിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് എന്റെ ദൈവം നിന്നെ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ഈ പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ചോ. മഹത്വമേ മരണത്തെ ജയിച്ച പത്രോസ് വഴി നിന്നിട്ട് പറയുകയാ, ഹേരോദാവിന്റെ കരത്തിൽ നിന്നു ഹേരോദാവിന്റെ പ്രതീക്ഷ നിന്റെ മരണമായിരുന്നെങ്കിൽ, ഹേരോദാവിന്റെ പ്രതീക്ഷ നിന്റെ ജീവനാണെങ്കിൽ, തലേ രാത്രിയിൽ ദൈവം തന്റെ ദൂതനെ, തലേ രാത്രിയിൽ ദൈവം തന്റെ ദൂതനെ മഹത്വമേ മരണയായി അളവിലും കുറയ്ക്കാതെ, അതിരുകൾ വയ്ക്കാതെ, അളവിലും കുറയ്ക്കാതെ, അതിരുകൾ വയ്ക്കാതെ, മഹത്വത്തിനായി നിക്ഷേപമേ. മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ചില
കെണികൾ, മരണത്തിന്റെ കെണി, മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷം ചില കുരുക്കുകളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്ന് പറയുക, ചില ഹേരോദാവിന്റെ കയ്യിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചെന്ന്. ചില ഹേരോദാവിന്റെ കരങ്ങൾ നിന്റെ നന്മയെ തടഞ്ഞു വെച്ചത്, നിന്റെ ആയുസ്സിനെ കെട്ടിവെച്ച് നീ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പദവിയിലേക്ക് കയറാൻ കഴിയാതെ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നതാണെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ ഒരു കറുത്ത കരത്തിന്റെ വ്യാപാരം കരിമ്പടം പോലെ നിന്റെ വഴിയിൽ വഴി മുടക്കി നിന്ന് അടകം ചകന മോളെ നീ പ്രാർത്ഥിക്ക്. നിന്റെ വഴികളിലെല്ലാം അതൊന്ന് മുടക്കി നിന്നിട്ട് നിനക്കൊരു തരത്തിലും മുന്നേറാൻ കഴിയാതെ അല്ലെങ്കിൽ നിന്റെ കരത്തെ ശൂന്യമാക്കുന്ന ഒരു ഇരുട്ടിന്റെ വ്യാപാരം പ്രമോളെ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ ഇന്ന് അതിന്റെ മേൽ ഒരു ദൈവശക്തി ആത്മാവിനോട് പ്രവചിക്കുന്നു. നിന്റെ ലൈഫിന് വിരോധമായി, നിന്റെ പ്രാണന് വിരോധമായി എഴുതി വെച്ച ചില രേഖകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്റെ മേലുള്ള അധികാരത്തോടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില കെട്ടുകൾ അഴിയുന്നത് അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി മഹത്വത്തിനായി നിക്ഷേപമേകി മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ. പത്രോസിനെ തലേരാത്രി പിടിച്ച് പെസഹ ആയതുകൊണ്ട് അവിടെ കിടക്കട്ടെ, പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തി ഹല്ലേലൂയ ശിരച്ഛേദം നടത്താമെന്ന ഹേരോദാവിന്റെ പദ്ധതികൾ പൊളിഞ്ഞതുപോലെ നിനക്കെതിരെ ശത്രു ഒരുക്കുന്ന സകല പദ്ധതികളും പൊളിഞ്ഞു പോകും. നിനക്കെതിരെ അദൃശ്യമണ്ഡലത്തിൽ നിന്റെ ഭാവിക്ക് വിരോധമായി ശത്രു കെട്ടിയ കെട്ടുകളെ, ആ പദ്ധതികളെ പൊളിക്കാൻ കഴിയുന്നൊരു മഹത്വം. ഇത് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം ഞാൻ ആരാധിക്കുന്ന എന്റെ യേശുവിനെ, ഞാൻ മഹത്വപ്പെടുത്തുന്ന എന്റെ യേശുവിനെ അന്നത്തെ പീലാത്തോസോ അന്നത്തെ ഹേരോദാവോ ഹല്ലേലൂയ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടോ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗതസമന മുതൽ ഗോൽഗോഥ വരെ ഒരു കുറ്റവും ചെയ്യാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ണുനീരൊപ്പിയവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, മുടന്തനെ സൗഖ്യമാക്കിയവൻ, രോഗികളെ സൗഖ്യമാക്കിയവൻ, വേദനിക്കുന്നവനെ ചേർത്ത് പിടിച്ചവന് ഗതസമന മുതൽ കാൽവറി വരെ അപമാനിച്ച് പുറമുഴവുചാല് പോലെ കീറി. യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ ആളല്ല എന്ന് പറഞ്ഞ രൂപത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു കുറ്റവും ചെയ്യാത്തവൻ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കള്ളം പറയാ, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ. അപമാനിക്കാവുന്നവന്റെ അവസാനവും അപമാനിച്ച് അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിൽ ഈ ഭൗതിക ശരീരം വെച്ചപ്പോൾ എല്ലാരും പറഞ്ഞു സകലതും കഴിഞ്ഞു എന്ന് പറഞ്ഞു.
സകലതും കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു മുദ്ര അതിൽ പതിപ്പിച്ചു. ഹല്ലേലൂയ. പടയാളികളെ കാവൽ നിർത്തി. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഒരു പടയാളികൾക്കും കാവൽ നിൽക്കാൻ കഴിയാതെ, ഒരു കല്ലിനും തടഞ്ഞു നിർത്താൻ കഴിയാതെ ഒരു ഉയർപ്പിന്റെ ദിവസം ഉണ്ടായെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് പറയാ, ഏത് ഹേരോദാവിന്റെ കൈകൾ നിനക്കെതിരെ പദ്ധതി ഒരുക്കിയാലോ, ഏത് കല്ലറയിൽ നിന്നെ അടക്കിയാലോ, ഏത് മുദ്ര കൊണ്ട് പൂട്ടിയാലോ, പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി അത് നിന്റെ മേൽ വന്നാൽ. ഹേരോദാവ് പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി അവന്റെ വിലാപ്പുറത്ത് തട്ടി. ഞാൻ അറിയുന്ന എൻ്റെ യേശു എൻ്റെ കഷ്ടതയിൽ എൻ്റെ അടുത്ത് വരുന്ന. പത്രോസ് ആ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവൻ്റെ വിലാപ്പുറത്ത് തട്ടി. എഴുന്നേൽക്ക, എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ തോളെ തട്ടിയിട്ട് പറയുന്നു, എഴുന്നേൽക്ക. ഈ കെട്ടുകളുടെ അകത്ത് കിടക്കാനുള്ള വ്യക്തി അല്ല നീ. 1-2 മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുകയാ, യേശുവിന്റെ കരം നിങ്ങളെ തൊടുകയാ. ഇന്ന് വർഷങ്ങളുടെ കെട്ടുകളെ പൊട്ടിക്കാൻ കഴിവുള്ളവൻ ഇതിനകത്ത് പറയാ, എഴുന്നേൽക്കാൻ. വിടുതലുകൾ നീ കാത്തിരിക്കുന്നത് ഒത്തിരി നേരം കൊണ്ടാണെങ്കിലും, വിടുതല് വെയിറ്റ് ചെയ്യാൻ ഒത്തിരി സമയമുണ്ടെങ്കിലും, വിടുതൽ നടക്കുന്നത് ക്ഷണനേരം കൊണ്ടാണ്. 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന്. അപ്പതം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, and behold the angel of the Lord come upon him. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഹേരോദാവ് ഇട്ട കാരാഗ്രഹം, ഹേരോദാവ് കെട്ടിയ ചങ്ങല. കർത്താവിൻ്റെ ദൂതൻ നിന്റെ വീട്ടിൽ വന്നാൽ ഇത് താഴെ പോകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറഞ്ഞേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറിയമാർ 2 പേർ അതിരാവിലെ എഴുന്നേറ്റു, യേശുവിൻ്റെ കല്ലറയ്ക്കിലേക്ക് പോവുക. അവരൊറ്റ ചോദ്യമേ ഉള്ളൂ, ആ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഇത്രയേ ഉള്ളൂ, ആ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഞങ്ങൾക്ക് എങ്ങനെ അതിനകത്ത് കടക്കാൻ പറ്റും? പക്ഷെ നീ എഴുന്നേറ്റ് പോകുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ആ കല്ലറ തടസ്സമായി നിൽക്കത്തില്ല. ഇന്ന് ഞാൻ ദൂത് പറയുക, ആ കല്ല് തടസ്സമായി നിൽക്കത്തില്ല. ഇന്ന് നിന്റെ മുമ്പിൽ ചില കല്ലുകൾ ഇനി തടസ്സമായി നിൽക്കത്തില്ല. ഈ ദൂത് വളരെ ശക്തമാ. നീ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ, നീ കാലെടുത്ത് വെക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇനി ആ കല്ല് തടസ്സമായി നിൽക്കത്തില്ല. ഇന്നലെ വരെ നിനക്ക് കയറാൻ കഴിയാതെ, ഹല്ലേലൂയ, എൻട്രി ചെയ്യാൻ കഴിയാതെ, ആക്സസ് ഇല്ലാതെ തടഞ്ഞു വെച്ച കല്ലുകൾ ഇനി കണ്ണിന്റെ മുമ്പിൽ തുറക്കുന്ന ദിവസമായി. ഹല്ലേലൂയ. എത്ര പേർ അതിനകത്ത് വിശ്വസിക്കുന്നു? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പത്രോസ് എഴുന്നേറ്റ് കാണും. എഴുന്നേൽക്കുമ്പോൾ എന്തോ തടസ്സമായിട്ട് ഈ ചങ്ങല നിൽക്കുക. ആ ചങ്ങലയെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ കിലോ കണക്കിന് ഭാരമുള്ള ചങ്ങലയാ. ചങ്ങലയും കൊണ്ട് ഓടാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഓടാൻ പറ്റത്തില്ല. ഈ ചങ്ങലയ്ക്ക്, ഇരുമ്പ് ചങ്ങലയ്ക്ക് ഭയങ്കര വെയിറ്റാ. ഹല്ലേലൂയ. പത്രോസ് ഇന്നലെ രാത്രി എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ഈ ചങ്ങലയുടെ ഭാരം ഭയങ്കരമാ. ഈ കാലെടുത്ത് വെക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ചങ്ങല കൂടെ പൊങ്ങുമ്പോൾ കാലിനെ വെയിറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ചങ്ങലയുടെ വെയിറ്റ് വെക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല. കരം അനക്കാൻ നോക്കുമ്പോൾ ചങ്ങലയുടെ വെയിറ്റ്. ഇന്ന് ഞാൻ പറയാം, ചില വെയിറ്റുകൾ നിന്റെ മേൽ വെച്ചിട്ട്, ചില ഭാരങ്ങൾ നിന്റെ മേൽ വെച്ചിട്ട് യേശു
ഈ ഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് നിന്നെ ബന്ധിക്കപ്പെട്ടതുപോലെ സ്വതന്ത്രമാകാൻ കഴിയാതെ ഏതെങ്കിലും ചങ്ങല ഹേരോദാവ് വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാ പറയുന്നു, ഉണർത്തിയിട്ട് പറയാ, വേഗം എഴുന്നേൽക്ക. നീ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ എഴുന്നേറ്റപ്പോഴുള്ള ഭാരമുണ്ടാകത്തില്ല. സുബോധം വന്നപ്പോൾ വഴിയരികെ നിന്നിട്ട് പറയാ, ഹേരോദാവിന്റെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചെന്ന് ഞാൻ അറിയുന്നു. അടിക്കാൻ പോവാ. ഒരു മിനിറ്റ് പതിയെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.